ഇന്നലെ വിജയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് തല നേതാക്കന്മാരുടെ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ വിജയുടെ സംസാരം, വിജയുടെ പ്രസംഗം, എൻ്റെ പൊന്നോ, ഇത്രയും ദിവസം സംസാരിച്ച പോലെയല്ല ഇന്നലെ സംസാരിച്ചത്. ആളാകെ മാറിയിരിക്കുന്ന, ആളുടെ സംസാര ശൈലിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് സംസാരം എന്ന് പറഞ്ഞാൽ ഒരു ഗർജനം, ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലെയാണ് ഇന്നലെ സംസാരിച്ചത്. അത്രയ്ക്കും പവർഫുള്ളായിരുന്നു മൂപ്പരുടെ സ്പീച്ച്. മൂപ്പര് പൊളിറ്റീഷ്യനായി മാറിയിരിക്കുന്നു, ഒരു നല്ല പ്രസംഗകനായിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം സംസാരിച്ചിരുന്നു, അതിലൊരു ഒരു ഒരു പതിഞ്ഞ സ്വരമായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം വന്നു പോകുന്ന ആ ഒരു ഗർജനം ഈ പ്രസംഗത്തിലുടനീളം കാണാൻ കഴിഞ്ഞു. അത് 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള മൂപ്പരുടെ പാത അത് കുറച്ചുകൂടെ ഈസി ആക്കും എന്നാണ് മൂപ്പരുടെ ശൈലി എന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മൂപ്പരുടെ മൂപ്പർ സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് പേര് സംസാരിച്ചിരുന്നു, കുറച്ച് പുതിയ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഉഷി ആനന്ദും ഈ ആദവാർജുനും ഒന്നുമല്ലാതെ കുറച്ച് കുട്ടി നേതാക്കന്മാർ, ചെറിയ ചെറുപ്പക്കാർ, ഒരു പെൺകുട്ടിയും അതുപോലെ ഒരു ആൺകുട്ടിയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഇവർക്കൊക്കെ അവസാനത്തെ അത്താണിയാണ് വിജയ്. ഈ സംസ്ഥാനത്തിനെ രക്ഷിക്കാൻ ഉള്ള അവസാനത്തെ ആശ്രയമാണ് വിജയ് അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള ബേസിലാണ് അവർ സംസാരിക്കുന്ന പെൺകുട്ടിയടക്കം. കാരണം അവർ അത്രയും ദുരിതം അനുഭവിക്കുന്നുണ്ട്, അവിടെ അരക്ഷിതരാണ് അവർ. പൊതുവെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും, 1000 രൂപ വീട്ടമ്മമാർക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇവർ ഇതെല്ലാം വേറൊരു വഴിക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവരൊക്കെ വർത്തമാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഈ സൗജന്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കാൻ വിട്ടാൽ മതി, ആ പൈസയൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വിജയുടെ ഭാഗം കൂടെ എത്തിയപ്പോൾ സീനാകെ മാറി എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം വിജയ് ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ. പക്ഷേ ഇന്നലെ പറഞ്ഞു, ആ കാഴ്ച നമ്മൾ കണ്ടു. MK സ്റ്റാലിൻ അവർകളെ, മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവർകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര സ്പീച്ചായിരുന്നു. അങ്ങനെ മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പേര് പറയാൻ ഞാൻ മടിക്കുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ വിമർശിക്കുന്നത്, ഞാനെന്താ പേടിച്ചിട്ടാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. പേടിക്കേണ്ടത് ഞാനല്ല, മോദിയാണ് പേടിക്കേണ്ടത്. ഇവിടെ തമിഴ്നാട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് കുറച്ച് പ്രശ്നം പിടിച്ച ഏരിയയാണ്. നിങ്ങൾ ഇടപെടുമ്പോൾ സൂക്ഷിച്ചിടപെടണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെയാണ് മോദിയുടെ അടുത്തുള്ള വെല്ലുവിളി. അപ്പോൾ നിങ്ങൾ രണ്ടും വ്യത്യസ്തരൊന്നുമല്ല, രണ്ടും ഫാസിസം തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നു നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, ഫാസിസ്റ്റ് മനോഭാവമാണ് സംസ്ഥാനങ്ങളുടെ അടുത്ത് കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാലിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്നൊക്കെ. എനിക്ക് എൻ്റെ പ്രവർത്തകരെ കാണാൻ അനുവദിക്കുന്നില്ല, എനിക്കൊരു സമ്മേളനം നടത്താൻ ഒരു ഹാള് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരുടെയും തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ആ മഹാസമ്മേളനം നടത്തിയ സമയത്ത് മൂപ്പർക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ, പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന വീഴ്ചകൾ, അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പരെ നിലം തൊടാൻ അനുവദിക്കുന്നില്ല എന്ന് മൂപ്പര് വായി തുറഞ്ഞ് പറയാൻ തുടങ്ങി. ഇത്ര ദിവസം അയാൾ പറഞ്ഞിട്ടില്ല, അവർ കൂടുതലുള്ള ആൾക്കാരാണ് പറഞ്ഞത് തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ എവിടേക്കും പോകാൻ അനുവദിക്കുന്നില്ല, പ്രവർത്തകരെ കാണാൻ അനുവദിക്കുന്നില്ല, ഈ സമരങ്ങളൊക്കെ നടക്കുന്ന ഭാഗത്തേക്കൊന്നും വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത് മൂപ്പരുടെ വായിന്ന് നമ്മൾ കേട്ടു. അത് ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഇവർ ഇങ്ങനെ തടയിടുന്നുണ്ടെന്ന് ചെറിയ പ്രവർത്തകർ പറയുമ്പോഴും നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരാളെ തടയിട്ട് കഴിഞ്ഞാൽ ആണ് കൂടുതൽ വളരുക എന്ന് അവർക്ക് ബോധമില്ലേ. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു, ഇയാളുടെ വളർച്ചയിൽ പേടിയുണ്ട് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ മൂപ്പര് ചോദിക്കുന്നുണ്ട്, ഞാൻ പുതിയതായിട്ട് വന്നിട്ട് അടുത്ത വർഷം തന്നെ മുഖ്യമന്ത്രി ആകാൻ പോണ ഒരുത്തനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ, അങ്ങനെ ആവില്ല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം, തടയിടുന്നത്, എൻ്റെ പ്രവർത്തകർ കാണാൻ എന്തിനാണ്
തടസ്സപ്പെടുത്തുന്നത്? എൻ്റെ സമ്മേളനങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഞാൻ അത്ര വലിയ ആളല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ മൂപ്പര് അതും തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഇതിനൊന്നും കാര്യമായിട്ട് സ്റ്റാലിൻ സർക്കാർ ഇടപെടുന്നില്ല. ഇവർ മുഴുവൻ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ 2026 ശേഷം ഇതെല്ലാം മാറ്റപ്പെടും. 2026 2 കക്ഷികളായിരിക്കും ഇലക്ഷനിൽ, എന്താ പറയുക, ഇലക്ഷൻ കളത്തിലുണ്ടാവുക. ശരിക്കും അത് TVKയും DMKയും മാത്രമായിരിക്കും. ബാക്കിയുള്ള കക്ഷികളൊക്കെ അപ്രസക്തരായിരിക്കും എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ മോദിയുടെ നയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ത്രിഭാഷാ നയത്തിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നിർബന്ധിത വിദ്യാഭ്യാസമാക്കിയിട്ട് മാറ്റാൻ പാടില്ല, അത് നിങ്ങൾക്ക് തന്നെ പണിയാവും, അത് ഈ തമിഴ്നാട്ടിൽ ആ കാര്യങ്ങളൊന്നും നടക്കില്ല, നടത്താൻ വിടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പാർലമെൻറ്റ് സീറ്റുകളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, വിഭജിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ തമിഴ്നാടും കേരളയും കർണാടകയും പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ആ നിയന്ത്രണം കൊണ്ടുവന്ന് ജനസംഖ്യ പെരുപ്പം കുറച്ചു. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇത് പറഞ്ഞത് കേൾക്കാതെ അവർ കുട്ടികളെ പെറ്റുപെരുക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ പഴയ സ്ഥിതി തന്നെ തുടർന്ന് അവിടെ ജനസംഖ്യ കൂടി, ഇവിടെ കൺട്രോൾഡായി. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവിടുത്തെ പാർലമെൻറ്റ് സീറ്റൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ പാർലമെൻറ്റ് സീറ്റ് കുറയ്ക്കാൻ പോകുന്നില്ല, പക്ഷേ അവിടുത്തെ പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പോകുന്നു. അപ്പോൾ നമ്മളെ എണ്ണം കൂട്ടാതെ തന്നെ, നമ്മുടെ എണ്ണം കുറയ്ക്കാതെ തന്നെ നമ്മളെ കുറയ്ക്കാൻ പറ്റും അവർക്ക്, അല്ലേ? ഒരു വരനെ ചെറുതാക്കണമെങ്കിൽ അതിന് മുകളിൽ വലിയൊരു വര വേറെ വരച്ചാൽ മതി എന്ന് പറയുന്നില്ലേ? ആ കണക്കാണ് ഇപ്പോൾ ഇവരുടെ പ്ലാന്, കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ നമ്മുടെ ഈ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ അവസാനം കുറഞ്ഞു വരും. അത് കുറയും, തീർച്ചയായും കുറയും. കുറയ്ക്കില്ല എന്നവർ പറയുമെങ്കിലും അത് തീർച്ചയായും കുറയും. ഇപ്പോൾ ആ ഭാഗത്തെല്ലാം കൂടെ ഒരു 100-150 സീറ്റ് കൂട്ടിയെടുക്കാനാണ് പോകുന്നത്. അതെല്ലാം കൂടെ കിട്ടിയാൽ തന്നെ അവർ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെയാണ് അവരുടെ പോക്ക്. അതിനെയാണ് ഈ സ്റ്റാലിനും കൂട്ടരും ഈ സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ട്, ഈ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി അതിൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നവർ, പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് സ്റ്റാലിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അതിനും സ്റ്റാലിനെ കുറ്റം പറയേണ്ടത്, അത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ്, നാടകങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം നിശ്ചിതമായി വിമർശിച്ചിട്ടാണ് വിജയ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മൂപ്പരെ തടയിടാൻ നോക്കണ്ട. വെള്ളത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ കെട്ടി തടയാൻ പറ്റും, പക്ഷെ കാറ്റിന് തടയാൻ പറ്റില്ല. കാറ്റിന് തടഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചുഴലിക്കാറ്റായി മാറും, അത് നിങ്ങളെയും കൊണ്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത്. പഞ്ച് ഡയലോഗിന് കുറവൊന്നുമില്ല. മോദിയുടെ പേര് പരാമർശിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ലിയോ 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 പറഞ്ഞിട്ട് ലിയോയുടെ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമാധാനമായ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോദിയുടെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തീപാറുന്നൊരു പ്രസംഗം കേട്ടു. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട്. വിജയുടെ പ്രവർത്തകർ കുറച്ച് ദിവസമായിട്ട് ക്ഷീണത്തിലായിരുന്നു തോന്നുന്നു. അപ്പോൾ മൂപ്പര് ജനനായകൻ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇവർ തടയിടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ റിലീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുടക്കങ്ങൾ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഇയാളുടെ ആ മഹാവിജയത്തിന് തടയിടാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ, ഇപ്പോൾ ശിവകാർത്തികേയൻ്റെ സിനിമയൊക്കെ ഇറക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം, അതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത്തരം വാർത്തകളും തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ ന്യൂസുകളൊക്കെ അപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.